CPM-ൽ നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്ന നിലപാട് വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അത്തരമൊരു വിശകലനം വന്നിട്ടില്ല. CPM-നകത്തും മൈനോറിറ്റി വിഭാഗം അകലുന്നു എന്നുള്ളൊരു നിലപാട് CPM-നകത്തും വന്നിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള വിവിധ ജനവിഭാഗങ്ങളെ CPM-ൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അകറ്റുന്നതിനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്. അത് വിലപ്പോവില്ല. അതാണ് നമ്മൾ ഒരു നില. അപ്പോൾ ഒരു കാരണവശാലും ഈ വിഭാഗങ്ങൾ മൈനോറിറ്റി വിഭാഗങ്ങളോ മറ്റിതര ജനവിഭാഗങ്ങളോ CPM-ൽ നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അകലുന്നു എന്നുള്ള വിശകലനം ഞങ്ങൾക്കില്ല. എന്നാൽ അകറ്റാനുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ട്. അതിനെ യോജിച്ച് നേരിടുക തന്നെ ചെയ്യും. ഞാൻ ഒരു വളരെ സൗഹൃദമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഹിന്ദു പത്രത്തിലാണ് താങ്കൾ ഈ പറയുന്നതിന് അടിസ്ഥാനമായ ഒരു പരാമർശം വന്നെന്ന് പറയുന്നത്. ആ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പത്രക്കാരെ വിളിച്ചിട്ട് സംസാരിച്ചു. CPM-ന്റെ നിലപാടും ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചു. നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈ PR പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണം. അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണ്ടേ? എന്തിനാണ് ഇതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ള നിലയിൽ ഇങ്ങനെ കത്തിക്കാളി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവിടെയല്ലേ ഒരു ദുരൂഹതയുള്ളത്? അവിടെയല്ലേ ശരിയല്ലാത്തൊരു സമീപനമുള്ളത്? വളരെ വളരെ നല്ല നിലയിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നത്തിൽ വന്നിട്ടുള്ള പ്രശ്നം പറഞ്ഞു. മുഖ്യമന്ത്രി നടത്താത്ത പരാമർശം നടത്തി എന്നുള്ളത് ഹിന്ദു പത്രവും അംഗീകരിച്ചു. അതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് അവസാനിപ്പിക്കണ്ടേ? പിന്നെ എന്തിൻ്റെ അതിൻ്റെ പുറത്ത് വിവാദം? ഇതിൽ CPM-ന്റെ നിലപാട് വ്യക്തമാണല്ലോ. മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാണ്. മുഖ്യമന്ത്രി പരാമർശം നടത്താത്ത ഒരു വിഷയം വന്നത് അതിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു പത്രം തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമുണ്ട്. അത് ദയവ് ചെയ്തിട്ട് എനിക്കിതിൽ കൂടുതൽ വിഷയങ്ങളൊന്നും പറയാനില്ല. എന്താ ഇന്ത്യ വന്ന ഏത് എന്തിനി അല്ല, അത് ഹിന്ദു പത്രമാണ് ആലോചിക്കേണ്ടത്. അല്ല, എനിക്ക് അതിനെപ്പറ്റി മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നതായി മാധ്യമങ്ങളിൽ ഞാനും കണ്ടിട്ടുണ്ട്. അത് അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ദയവ് ചെയ്ത് അത് പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ആ പ്രശ്നത്തിൽ ക്ലാരിഫിക്കേഷൻ ഇനിയില്ല. മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മുഖ്യമന്ത്രിയുടെ ഒരാൾ ആക്ഷേപിച്ചാൽ കേസെടുക്കും. പക്ഷേ ഇത് വർഗീയ പരാമർശം നടത്തുന്ന ഒരു പ്രസ്താവന, വർഗീയ പരാമർശം ഇല്ലാന്ന് വ്യാജമായിട്ട് വർഗീയമായ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഹിന്ദു പത്രത്തിനോട് ചോദിക്കും. ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഖേദം ഞങ്ങൾ അംഗീകരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനത്തെ ഒരു വീട് വാശി? എന്തിനാ ഹിന്ദുവിനെതിരായിട്ട് ഇങ്ങനെ കേസ് കൊടുക്കണം? ഹിന്ദുവിനെതിരായിട്ട് എന്നിട്ട് അതിന്റെ മേലെ ചർച്ച ചെയ്യണം? അങ്ങനെ നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. കേരളത്തില് ആര് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അപ്പം വേറെ വിഷയത്തിലേക്ക് പോവുക. പത്രത്തിലുള്ള പരാമർശത്തെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളോട് ഒരു പൊതുവായ നിലപാടെടുക്കും. പത്രങ്ങൾ കടുത്ത നിലപാട് പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും പത്രമാണ്, മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളോടുള്ള എല്ലാ ആദരവും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മാധ്യമങ്ങളെ സമീപിക്കുന്നത്. അതേ സമയത്ത് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന തെറ്റായ രീതി ഞങ്ങൾക്ക് തോന്നുന്ന കാര്യം ഞങ്ങൾ ശക്തമായിട്ട് വിമർശിക്കാറുണ്ട്. അത് നമ്മളൊരു സൗഹൃദമായിട്ട് അങ്ങ് എടുത്താൽ പോരെ? അല്ല, ഞാനതിനെ പറ്റില്ല. അല്ല, ഹിന്ദു പത്രത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അത് പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയമാണ്. ദയവ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്നോട് ചോദിക്കരുതെന്ന് പറയാനുള്ള ഒരു അവകാശമെങ്കിലും എനിക്കില്ലേ? അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കണ്ടേ? കറക്റ്റ്, അത് ചോദിക്കും. NCP മന്ത്രിയെ മാറ്റുന്ന പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മുമ്പാകെ ഇതുവരെ വന്നിട്ടില്ല.
ഞാനത് പലപ്പോഴും നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥിതി. അപ്പം അത് സംബന്ധിച്ച് വേറൊരു രീതി ആ കാര്യത്തിൽ എടുക്കാനില്ല. അവർ വരുമ്പം അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പം മുൻകൂട്ടി അത് സംബന്ധിച്ചുമായിട്ട് ആലോചിച്ച് പത്രവാർത്തൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കുക എന്നുള്ളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കിടപ്പ്. അവരുടെ പാർട്ടിയിൽ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. NCPക്ക് ഓരോ പാർട്ടിയുമാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മളൊരു നിയമവ്യവസ്ഥയുണ്ട്. മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അങ്ങനെയാണെങ്കിലും ഓരോ പാർട്ടിക്കുള്ള മന്ത്രിമാരെ അതത് പാർട്ടിക്കാർ തീരുമാനിക്കുന്നതിനാണ് ആ ഒരു നിലപാട് നമ്മൾ എടുത്തു വന്നിട്ടുള്ളത്. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസാരിക്കുകയായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണനാണ് മാധ്യമങ്ങളെ കണ്ടത്.